നമ്മളിന്ന് ഒരു ടൂളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ടൂളിന്റെ പേരാണ് ബീകീപ്പർ സ്റ്റുഡിയോ. അപ്പോൾ എന്തിനാണ് ഈ ടൂൾ എന്നുള്ള കാര്യം പറയാം. അതായത് നമ്മളിൽ പലരും ഒരു EC2 ഇൻസ്റ്റൻസ്, അതായത് ഒരു സെർവറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ആ യൂസ് ചെയ്യുന്ന സമയത്ത് സെർവറിൽ MySQLോ പോസ്റ്റ്ഗ്രസോ ഡാറ്റാബേസും ഇൻസ്റ്റാൾഡ് ആയിരിക്കും. പക്ഷെ നമ്മളത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരു അഡ്മിനർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ PHP മൈ അഡ്മിൻ എന്ന് പറഞ്ഞ വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു PHP ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ചിലപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നത് ഒരു ജാങ്കോ പൈത്തൺ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയിരിക്കും. നമുക്ക് ആ സെർവർ കൊണ്ട് സെർവർ റൺ ചെയ്യുന്നതിൻ്റെ പർപ്പസ്. പക്ഷേ നമുക്ക് ഡാറ്റാബേസ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് PHP ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യണം, അത് കോൺഫിഗർ ചെയ്യണം, അങ്ങനെ കുറേ തലവേദന വേറെ. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അത് ശരിക്കും ഒരു സെക്യൂരിറ്റി കൺസേണിൽ അത് ശരിയായ കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളൊരു ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യുന്നു, ആ ലാംഗ്വേജിലുള്ള പ്രോഗ്രാം ഡിപ്ലോയ് ചെയ്യുന്നു. പക്ഷെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ബേർഡൻ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അപ്പോൾ പലരും വേറൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡ്മിനർ പോലത്തെ ആപ്ലിക്കേഷൻസ്, PHP മൈ അഡ്മിൻ പോലത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. അതിന് പ്രത്യേകിച്ച് വേറെ ഓതൻറ്റിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ചെറിയ വല്ല പാസ്വേഡും, അതായത് റൂട്ട് യൂസർ അങ്ങനത്തെ പാസ്വേഡൊക്കെ വെക്കും. സോ ഹാക്കേഴ്സിന് ഹാക്ക് പോലും ചെയ്യേണ്ട നമ്മുടെ ഡാറ്റാബേസിലേക്ക് ആക്സസ് കിട്ടാനുള്ള ഒരു എന്താ പറയുക വഴിയും കൂടി ആയിട്ട് മാറാറുണ്ട്. അത് പലപ്പോഴും പല കേസിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ HTTP ആക്സസും അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ പോർട്ട് എക്സ്റ്റേണലായിട്ട് ഓപ്പൺ ചെയ്യാണ്ട് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് സെർവറിലെ ഒരു ഡാറ്റാബേസ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് നമ്മളൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൂളിൻ്റെ പേരാണ് ബീകീപ്പർ സ്റ്റുഡിയോ. സോ നമുക്ക് അതിൻ്റെ ഹോം പേജിലേക്ക് പോവാം, ബീകീപ്പർ സ്റ്റുഡിയോൻ്റെ. അപ്പോൾ ഈ കാണുന്നതാണ് ബീകീപ്പർ സ്റ്റുഡിയോൻ്റെ ഹോം പേജ്. ഇത് ഒരു അത്യാവശ്യം നല്ല അടിപൊളി ടൂളാണ്. ഇവർ സപ്പോർട്ട് ചെയ്യുന്ന PostgreSQL, MySQL, SQLite, Redshift, SQL സെർവർ, CockroachDB, MariaDB ഇതൊക്കെയാണ് ഇവർക്കിപ്പോൾ സപ്പോർട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇത് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ഉണ്ട്, macOS ഇൻസ്റ്റാളേഷൻ ഉണ്ട്, ലിനക്സ് ഇൻസ്റ്റാളേഷൻ ഉണ്ട്. സോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ബീകീപ്പർ സ്റ്റുഡിയോ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് നമുക്ക് നമ്മുടെ സെർവർ അവിടെ ഉണ്ടായിരിക്കും, നമ്മൾ നമ്മുടെ ലോക്കലിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. SSH വഴിയാണ് നമ്മൾ സെർവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും SSH വഴിയാണ് നമ്മൾ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ സെർവറിലേക്ക് SSH എടുത്തിട്ട് അവിടുന്ന് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യും. ആ പണി ആര് ചെയ്യും? ബീകീപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ചെയ്യും. സോ കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് നമുക്ക് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റാളർ യൂസ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് എടുക്കുന്ന സമയത്ത് തന്നെ ഞാനൊന്നും കൂടി ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് അത് ഓപ്പൺ ആവുന്നത്. നമുക്ക് പുതിയൊരു കണക്ഷൻ ഇവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് MySQL ആണെങ്കിൽ MySQL കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു EC2 ഇൻസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരു ഡാറ്റാബേസ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മൾ അതിന് SSH ടണൽ ആദ്യം ഓൺ ആക്കണം. അപ്പോൾ നമ്മൾ ആദ്യം സെർവറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളവിടെ സെർവറിൻ്റെ IP നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സെർവറിലേക്ക് അത് കണക്ട് ആവുന്നു. നമ്മൾ യൂസിങ് പോർട്ട് 22 തന്നെയാണ്, SSHൻ്റെ അതേ പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സെർവറിൻ്റെ ഇടയിൽ ഒരു ബാഷൻ ഹോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം അത് ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സെർവറിലിരിക്കുന്ന ഒരു ഡാറ്റാബേസിന് SSH വഴി ആക്സസ് ചെയ്യാൻ പോവുകയാണ്. സോ SSH ഏജൻറ്റ് മാറ്റിയിട്ട് ഞാൻ EC2 ഇൻസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ കീ ഫയലാണ് ചൂസ് ചെയ്യുന്നത്. എൻ്റെ കീ ഫയൽ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഈ കണക്ഷൻ ഇവിടെ സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് എടുത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. സോ ഞാനിവിടെ ഓൾറെഡി എൻ്റെ കോൺഫിഗറേഷൻ, എൻ്റെ യൂസർ നെയിം, പാസ്വേഡൊക്കെ ഇവിടെ ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു EC2 ഇൻസ്റ്റൻസിലേക്ക് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു MySQL ഡാറ്റാബേസിനെ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പോകുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കണക്ഷൻ ടൈപ്പ് MySQL തന്നെയാണ്. ലോക്കൽ ഹോസ്റ്റാണ് കൊടുക്കേണ്ടത്. കാരണം ആദ്യം നമ്മൾ SSH എടുത്തിട്ട് ഈ സെർവറിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ലോക്കൽ ഹോസ്റ്റിലിരിക്കുന്ന MySQLനെയാണ് ആക്സസ് ചെയ്യുന്നത്. സോ ഹോസ്റ്റ് ഇവിടെ ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. MySQL കണക്ഷൻ പ്രോപ്പർട്ടിയിൽ അത് MySQLും ലോക്കൽ ഹോസ്റ്റും എത്രയാണോ നിങ്ങളുടെ ഡാറ്റാബേസിൻ്റെ പോർട്ട് അത്, പിന്നെ യൂസർ നെയിം, പാസ്വേഡ്. അതിപ്പോൾ റൂട്ട് തന്നെ കൊടുക്കണമെന്നില്ല. ബാക്കി ഒതൻറ്റിക് പ്രിവിലേജ് ഉള്ള ഏത് യൂസർ ആണെങ്കിലും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും.
എൻ്റെ ഹോസ്റ്റ് നെയിം, എൻ്റെ EC2 ഹോസ്റ്റ് നെയിം ഇതാണ്, എൻ്റെ പോർട്ട് ഇതാണ്. ഞാൻ എൻ്റെ യൂസർ നെയിം, അതായത് ഞാനിപ്പോൾ ഒരു ഉബുണ്ടു എന്ന് പറഞ്ഞ യൂസറിലേക്ക് എൻ്റെ ഒരു പെം ഫയൽ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് കണക്ട് ചെയ്യുന്നത് നോക്കാം. കണക്ട് കൊടുത്തു, കണക്ട് ആവുന്നില്ല. ഓക്കെ, എൻ്റെ പാസ്വേഡ് ഞാൻ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കണക്ട് ആവാത്തത്. എൻ്റെ പാസ്വേഡ് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ റൂട്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ട്രൈ അഗെയിൻ. ആണോ, ഇപ്പോൾ എൻ്റെ ഡാറ്റാബേസിലേക്ക് ഇവിടെ കണക്റ്റായി. കറൻ്റ്ലി എനിക്കിപ്പോൾ ഡാറ്റാബേസ്, പ്രത്യേകിച്ച് ഒരു ഡാറ്റാബേസ് ഇവിടെ ഇല്ല, ഇവിടെ കാണിക്കുന്നില്ല. അതായത് ഡിഫോൾട്ട് ഡാറ്റാബേസസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒന്ന് സെർവറിൽ കയറിയിട്ടും അത് ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ സെർവർ, ഞാൻ ഓൾറെഡി അതിലേക്ക് SSH കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂട്ട് പാസ്വേഡ് റൂട്ട് തന്നെയാണ്. സോ നമുക്ക് ഇവിടെ ഷോ ഡാറ്റാബേസസ് കാണാം. കുറച്ചും കൂടി സ്ക്രീൻ വലുതാക്കാം. കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് കിട്ടിയൊരു അഭിപ്രായമാണ് നമ്മുടെ സ്ക്രീൻ ചെറുതായി പോയി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഡാറ്റാബേസ് ഒന്നും തന്നെ ഇല്ല, ഡിഫോൾട്ട് ഡാറ്റാബേസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ വന്നിട്ട്, അതായത് ഇതാണ് നമ്മുടെ കൊറി എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്ലേസ്. നമുക്ക് ഇവിടെ കൊറി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു കൊറി ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റാബേസ് എന്നിട്ട് കൊറി ഇട്ടിട്ട് ഇവിടെ റണ്ണ് കൊടുക്കാം. അപ്പോൾ എൻ്റെ കൊറി എക്സിക്യൂട്ടായി. അപ്പോൾ ഞാൻ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡാറ്റാബേസ് ഇവിടെ സൂരജ് വണ്ണ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സെർവർ കയറി ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ പറ്റും സൂരജ് വണ്ണ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ മാത്രമല്ല, നമ്മളൊരു ഡാറ്റാബേസ് അവിടേക്ക് എക്സ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഫുൾ കാര്യങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. MySQL എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസ് എടുത്ത് നോക്കാം. സോ അത് നമുക്കിങ്ങനെ ആ ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ AWS ഇരിക്കുന്ന എൻ്റെ ഒരു സെർവർ ഇതാണ്. ഒരു സെർവർ ഉണ്ട് എനിക്കിവിടെ. അപ്പോൾ ഈ സെർവറും എനിക്ക് ഒരു RDS ഇൻസ്റ്റൻസ് കൂടി ഉണ്ട്. എൻ്റെ ഡാറ്റാബേസ്, എൻ്റെ സൈറ്റിൻ്റെ ഡാറ്റാബേസ് ഇരിക്കുന്നത് RDSലാണ്. സോ ഞാനൊരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് എനിക്ക് ഈ ഡാറ്റാബേസിനെ, എൻ്റെ ഈ SQL ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എൻ്റെ EC2 ഇൻസ്റ്റൻസിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ ബീക്കീപ്പർ എന്ന് ഈ EC2 ഇൻസ്റ്റൻസിലേക്ക്, ഈ സെർവറിലേക്ക് കണക്ട് ചെയ്ത പോലെ എനിക്ക് ലോക്കൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ഈ വരുന്ന ഒരു DBയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളിതിൻ്റെ സെക്യൂരിറ്റി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഓൺലി ഇത് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അതായത് എൻ്റെ EC2 ഇൻസ്റ്റൻസിൽ നിന്ന് മാത്രമേ ഇതിലേക്ക് കണക്ട് ആവാൻ പറ്റുള്ളൂ. എൻ്റെ EC2 ഇൻസ്റ്റൻസിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് ഈ ബീക്കീപ്പർ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് ഈ RDS ഇൻസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ബീക്കീപ്പറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കണക്ഷൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ നമ്മുടെ SSH, അതായത് എനിക്ക് ഓൾറെഡി ആ ഒരു EC2 ഇൻസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഹോസ്റ്റിൽ നമ്മുടെ RDSൻ്റെ ഹോസ്റ്റ് നെയിം, അതായത് നമ്മുടെ സെർവറിൽ നിന്ന് നമ്മൾ ആദ്യം സെർവറിലേക്ക് SSH എടുക്കും. എന്നിട്ട് സെർവറിൽ നിന്ന് നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യും? RDS ഇൻസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ ഹോസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക, അതിൻ്റെ പോർട്ട് കാര്യങ്ങൾ കൊടുക്കുക, അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കണക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഓക്കെ, ഞാൻ എൻ്റെ പെം കീ ചൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കാണുന്നത്. കീ ഫയൽ കൊടുക്കുന്നു. ഇതാണ് എൻ്റെ പെം ഫയൽ. ഞാൻ പെം ഫയൽ ചൂസ് ചെയ്യുന്നു, കണക്ഷൻ സേവ് ചെയ്യുന്നു, ഒന്നുകൂടി കണക്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതെൻ്റെ ഡാറ്റാബേസിലേക്ക് കണക്റ്റ് ആയിട്ടില്ല. നമുക്കിവിടെ ഡിഫോൾട്ട് ഡാറ്റാബേസ് കൂടി ആഡ് ചെയ്ത് നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു, ഒന്നുകൂടി കണക്ട് ചെയ്ത് നോക്കാം. all configured authentication methods failed. ഓക്കെ, ഞാനിവിടെ എൻ്റെ യൂസർ നെയിം തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെൻ്റെ ഡാറ്റാബേസിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. സോ എൻ്റെ ഡാറ്റാബേസിൻ്റെ ടേബിൾസ് ഇവിടെ ലിസ്റ്റ് ആവുന്നുണ്ട്. യു ക്യാൻ സി. സോ ഇതാണ് എൻ്റെ ഡാറ്റാബേസ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇതാണ് എൻ്റെ സൈറ്റിലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് ബീ കീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള്. നമുക്കിതിവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ പോസിബിൾ ആണ്. ഇത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ആവും. റീസെറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ബീ കീപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. നമുക്ക് വേണമെങ്കിൽ